ഇത്രയും വലിയൊരു സ്ഥാപനം നാം എല്ലാവരും ഇവിടെ നിർമ്മിച്ച് അതിന്റെ ഉദ്ഘാടനമൊക്കെ കഴിഞ്ഞു. ഖിയാമത്ത് വരേക്കും അല്ലാഹു നിലനിർത്തി തെരുമാറാവട്ടെ. ഇതെല്ലാം എന്തിനു വേണ്ടിയാണ് നമ്മൾ ചെയ്യുന്നത് എന്ന് നമ്മൾ ആലോചിക്കണം. എന്തിനാണ് നമ്മളിപ്പോൾ ഇവിടെ മദ്രസ ഉണ്ടാക്കിയത്, അതിലെന്താണ് ആവശ്യം എന്നൊക്കെ നമ്മളിങ്ങനെ ആലോചിക്കേണ്ടത് നല്ലതാണല്ലോ. ഈ ലോകത്ത് അല്ലാഹു സുബ്ഹാനഹു വ തആല പടച്ച എത്രയോ ജീവികളുണ്ട്. നമ്മളെക്കാളും ശക്തിയുള്ളതും നമ്മളെക്കാളും ചൊറുചൊറുക്കുള്ളതും നമ്മളെക്കാളും ചെറുതും വലുതുമായ എത്രയോ കോടാനക്കോടി ജീവികൾ ഈ ലോകത്ത് അല്ലാഹു പടച്ചു വെച്ചിട്ടുണ്ട്. ഇതിനെല്ലാം ഭിന്നമായി ആണല്ലോ മനുഷ്യന്റെ ജീവിതം. മറ്റുള്ള ഒരു ജീവിക്കും ഇല്ലാത്ത ഒരു സ്വഭാവങ്ങളാണല്ലോ നമുക്കുള്ളത്. ഇത് നമ്മൾ ആലോചിക്കേണ്ടതാണ്. ഈ ലോകത്ത് അല്ലാഹു സുബ്ഹാനഹു വ തആല ഈ ജീവികളൊക്കെയും പടച്ചു വെച്ചിട്ട് അല്ലാഹുവിന്റെ പരിശുദ്ധ ഖുർആൻ അല്ലാഹു പറയുന്നത് വലഖദ് കറംനാ ബനി ആദം, ആദമിന്റെ സന്താനങ്ങളെ നമ്മൾ ബഹുമാനിച്ചു, മനുഷ്യരെ നമ്മൾ ബഹുമാനിച്ചു എന്ന് പരിശുദ്ധ ഖുർആനിൽ കാണാം. മറ്റുള്ള എല്ലാ ജീവികളെക്കാളും നമ്മളെ ബഹുമാനിച്ചിട്ടുണ്ട് അല്ലാഹ്. അതേ സമയത്ത് നമ്മൾ ചിന്തിച്ചു നോക്ക്, ഒരു ഉമ്മാന്റെ വയറ്റിൽ നിന്ന് നമ്മളിങ്ങോട്ട് പോരുമ്പോൾ, നമ്മളിങ്ങോട്ട് ഈ ദുനിയാവിലേക്ക് അള്ളാഹുവിന്റെ ഓർഡർ പ്രകാരം അതിന്റെ ഉമ്മാന്റെ വയറ്റിൽ നിന്ന് നമ്മളിങ്ങോട്ട് പുറത്തേക്ക് ചാടുമ്പോൾ നമ്മളെ സ്ഥിതി എന്താ? ഒരു തീരെ ബുദ്ധിയില്ലാത്തൊരു സാധനമായിട്ടാണല്ലോ നമ്മളിങ്ങോട്ട് വരുന്നത്. എത്രത്തോളം ബുദ്ധിയില്ല! ഒരു താറാവിന്റെ കുട്ടി ഇങ്ങോട്ട് ദുനിയാവിന്റെ മുടിയിൽ നിന്നിട്ട് പുറത്ത് ചാടിയാൽ അതിനപ്പം തന്നെ വെള്ളത്തിലാണ് കൊണ്ടുപോയിട്ട് അത് നീന്തുന്നതായിട്ട് നമുക്ക് കാണാൻ സാധിക്കുന്നു. ആ ബുദ്ധി, ആ കഴിവ് വാസ്തവത്തിൽ മനുഷ്യനിക്കില്ലല്ലോ. ഒരു കോയിന്റെ കുഞ്ഞ് അതിന്റെ മുടിയിൽ നിന്ന് ഇങ്ങോട്ട് വന്ന് വിരിഞ്ഞു കഴിഞ്ഞാൽ ഒരു കാക്ക ഇങ്ങോട്ട് പാറുന്നുണ്ടെങ്കിൽ അത് ആ കോയിന്റെ കുഞ്ഞ് അതിന്റെ ഉമ്മാന്റെ ഔട്ടിലേക്ക് പോകുന്നതായിട്ട് നമുക്ക് കാണാം. കാരണം കാക്ക ഇതിന്റെ ശത്രുവാണെന്ന് ആ കോയിന്റെ കുഞ്ഞിന് അറിയാമല്ലോ. ഈ വിവരം പോലും നമുക്കുണ്ടോ? ഇല്ല. ഒരു കാട്ടിപ്പോത്ത് ഒരു പോത്തുണ്ട്, ഈ മലമലൊക്കെ ഉണ്ടാവുന്നൊരു പോത്ത്, എരുമ. അത് ഇങ്ങോട്ട് പ്രസവിച്ചു കഴിഞ്ഞാൽ അതിന്റെ കുട്ടി പെട്ടെന്ന് ഓടും. ഉമ്മാന്റെ മുല കുടിക്കാൻ നിൽക്കൂല. കാരണം ആ കുട്ടിക്ക് അറിയാം എന്റെ ഉമ്മാന്റെ നാവ് ഭയങ്കര കട്ടിയുള്ളതാണ്, അത് നട്ടി തോത്തിയാൽ ഞാൻ ചാവും എന്ന് ആ കുട്ടിക്കറിയാം. അതുകൊണ്ട് ആ കുട്ടി മണ്ടും എന്നാ പറയുന്നത്. ഇങ്ങനെയുള്ള കഴിവുകളൊന്നുമില്ലാത്ത ഒരു സാധനമായിട്ടാണ് അള്ളാഹു മനുഷ്യനാവുന്ന നമ്മളെ പടച്ചിട്ടുള്ളത്. ഒരു കഴിവും അത് ഖുർആൻ തന്നെ എടുത്തു പറഞ്ഞിട്ടുണ്ട്. നിങ്ങളെ ഉമ്മാന്റെ വയറ്റിൽ നിന്ന് നമ്മൾ ഇങ്ങോട്ട് പടച്ചപ്പോൾ നിങ്ങൾക്ക് ഒരു ചുക്കും പോലും അറിയുകയില്ല എന്ന്. എന്നിട്ട് അല്ലാഹു പറഞ്ഞു വലഖദ് കറംനാ ബനി ആദം, മനുഷ്യനെ നമ്മൾ ബഹുമാനിച്ചിട്ടുണ്ട്. മറ്റൊരു ആയത്തിൽ അല്ലാഹു പറയുന്നു കുന്തും ഖൈറ ഉമ്മത്തിൻ ഉഖ്രിജത് ലിന്നാസ് തഅ്മുറൂന ബിൽ മഅറൂഫ് വതൻഹൗന അനിൽ മുൻകർ വതുഅ്മിനൂന ബില്ലാഹ്. ഈ ലോകത്തിലേക്ക് സമുദായത്തിലേക്ക് ഖൈറ ഉമ്മത്ത്, ഒരു സമുദായത്തിന്റെ ഒരു ഉമ്മത്ത്, ഖൈറായ ഒരു സമുദായമായിട്ടാണ് നമ്മൾ നിങ്ങളെ പടച്ചിട്ടുള്ളത്. ഞാൻ ദീർഘിപ്പിച്ച് പറയുകയല്ല സഹോദരങ്ങളെ, നമ്മൾ ആലോചിക്കാൻ വേണ്ടി മാത്രം രണ്ട് വാക്ക് പറഞ്ഞു എന്ന് മാത്രം. അങ്ങനെ നമ്മൾ ബഹുമാനപ്പെട്ട ഒരു സാധനമാണെങ്കിൽ അല്ലാഹു മറ്റൊരായത്തിൽ പറയുകയുണ്ടായി വലഖദ് ദറഅനാ ലി ജഹന്നമ കതീറൻ മിനൽ ജിന്നി വൽ ഇൻസ് ലഹും ഖുലൂബുൻ ലാ യഫ്ഖഹൂന ബിഹാ വലഹും അയ്യുൻ ലാ യുബ്സിറൂന ബിഹാ വലഹും അസ്മാഉൻ ലാ യസ്മഊന ബിഹാ ഉലൈക കൽ അൻആം ബൽ ഹും അളൽ.
നമ്മൾ നരകത്തിന് വേണ്ടി ഒരു സമുദായത്തെ പടച്ചു വെച്ചിട്ടുണ്ട്. മനുഷ്യൻ ജിന്നിൽ നിന്ന് ഒരു സമുദായത്തിന് നരകത്തിന് വേണ്ടി പടച്ചു. ലഹും ഖുലൂബുൻ, അവർക്ക് ഹൃദയങ്ങളുണ്ട്. ലാ യഫ്ഖഹൂന ബിഹാ, അത് അവർ ചിന്തിക്കുന്നില്ല, നല്ലത് ചിന്തിക്കുകയില്ല. ലഹും അബ്സാറുൻ ലാ യുബ്സിറൂന ബിഹാ, അവർക്ക് കണ്ണുകളുണ്ട്, നല്ലത് സത്യം അവർ കാണുകയില്ല. വലഹും അസ്മാഉൻ ലാ യസ്മഊന ബിഹാ, അവർക്ക് കാതുകളുണ്ട്, ആദാനുൻ ലാ യസ്മഊന ബിഹാ, അവർക്ക് കാതുകളുണ്ട്, അതുകൊണ്ട് സത്യം അവർ കേൾക്കുകയില്ല. ഇങ്ങനത്തെയുള്ള സമുദായം നരകത്തിന് വേണ്ടി നമ്മൾ പടത്തി വെച്ചിട്ടുണ്ട്. ഉലായിക കൽ അൻആം ബൽ ഹും അളൽ, അവർ നാക്കാലികളെ പോലെയാണ്. ആ മനുഷ്യര് ബൽ ഹും അളൽ, നാക്കാലികളെക്കാളും ചീത്തയാണ്. ഈ കാണുന്ന പോത്ത്, എരുമ, ആന, കുതിര, നായി, പട്ടി, ഇതിനേക്കാളും വെടക്കൊരു സമുദായമായിട്ടാണ് ഈ സമുദായത്തിനെ വർദ്ധിച്ചത്. കാരണം ചിന്തിച്ചു നോക്ക്, ഈ പറയപ്പെട്ട ജീവികളൊക്കെ നാളെ മഹ്ശറിൽ എന്നാൽ നമ്മളവിടെ ചെന്നിട്ടുണ്ടെങ്കിൽ നമ്മളെ വിചാരണ ചെയ്യുമെന്ന് പഠിച്ചു ഖുർആൻ പറഞ്ഞതല്ലേ. അപ്പോൾ അവരെക്കാൾ നാക്കാലികളെക്കാളും അധപ്പതിച്ചൊരു കൗമായിട്ടാണ് മനുഷ്യനെ അല്ലാഹു സൃഷ്ടിച്ചിട്ടുള്ളത്. സഹോദരങ്ങളെ, നമ്മളുടെ ഹൃദയം, നമ്മളുടെ മനസ്സിലേക്ക് അള്ളാഹുവിന്റെ നോട്ടം. ഇന്ന് ലോകത്ത് നമ്മൾ എത്ര കണ്ട് മദ്രസ ഉണ്ടെങ്കിലും ഞാൻ അങ്ങനെ ആലോചിച്ചു പോവുകയാണ്. ആയിരക്കണക്കായ ആകാശത്ത് വരെയുള്ള മദ്രസ പഠിപ്പിച്ചാലും ഇന്നത്തെ ജീവിത രീതി നിങ്ങൾ നോക്ക്. അതിൽ നിന്ന് പഠിച്ച ബെല്ലും നമ്മൾ ചെയ്യുന്നുണ്ടോ എന്ന്. ഇപ്പൊ അടുത്ത ദിവസത്തായിട്ട് ഞാൻ എന്റെ അനുഭവത്തിൽ കൂടി പറയാം. 2 ചെക്കന്മാര് ഈ റോഡുമ്പോൾ കൂടിയണ അനുഭവം, ബൈക്കുമല. അതിൽപ്പെട്ട ആ ഡ്രൈവറെ ബാപ്പ വയസ്സായിട്ട് ഇങ്ങനെ നടന്നു പോകുന്നുണ്ട് മുന്നിട്ട്. ആ ബാപ്പാന്റെ മുന്നിൽ വെച്ചുകൊണ്ട് ആ ചെക്കൻ അരമണിക്കൂർ ഓർന്നെടുത്ത് മാറി നിൽക്കാൻ വേണ്ടി, ബാപ്പാനെ മാറി നിർത്താൻ വേണ്ടിയിട്ട് നിൽക്കാൻ പോകണല്ലോ. ബാപ്പ അങ്ങനെ മെല്ലെ മെല്ലെ പോവുകയാണ്. എങ്ങനെ അയാൾ ചാടി അയാൾ. അപ്പൊ മറ്റേ പിന്നിലുള്ള ചെക്കൻ ചോദിച്ചവനോട്, ആ തന്ത ഏത് തന്നെയാണ് എത്ര അടിച്ചു? അതിന്റെ ബാപ്പ തന്നെയാണ്, അതിന്റെ സ്വഭാവം അങ്ങനെയാണ്, എത്ര പറഞ്ഞാലും കേൾക്കാത്ത തന്തയാണ്. ബാപ്പാന്റെ മുന്നിൽ ചാടാൻ വേണ്ടി ഓർമ്മിക്കുന്ന മക്കളാണ് ഇപ്പോഴത്തെ കാലഘട്ടത്തിൽ. സഹോദരങ്ങളെ നമ്മൾ ചിന്തിച്ചു നോക്ക്, മനുഷ്യന്റെ അധപ്പതനം എവിടെ എത്തിയിട്ടുണ്ട്? ആരാന്ന് ബാപ്പാന്റെ മുന്നിൽ ചാടാത്ത കുട്ടികളുള്ളത്? ജീവിക്കാൻ പറ്റുമോ? കാരണം ആളെണ്ണ വണ്ടിയല്ലേ, ബാപ്പ നടക്കില്ല. നമ്മളത് നിങ്ങൾ കേട്ടിട്ടുണ്ടാവില്ലേ, സ്കൂളിലെ ഒരു ബുക്ക് തന്നെ കാണാൻ സാധിക്കും. മഹാനായ അലി റളിയല്ലാഹു അൻഹുവിന്റെ അസ്ർ നമസ്കാരം. പള്ളിയിലേക്ക് പോകുമ്പോ ഒരു വയസ്സൻ മുന്നിൽ നടക്കുന്നുണ്ട്. അങ്ങനെ അലി റളിയല്ലാഹു അൻഹു അവന്റെ മുന്നിൽ, ആ വയസ്സന്റെ മുന്നിൽ നടക്കാൻ ആവുലാത്തിന്റെ മെല്ലെ മെല്ലെ നടന്നു. അസ്ർ നമസ്കാരം ഖളാഉക. അപ്പൊ അല്ലാഹു സുബ്ഹാനഹു വ തആല ആ സൂര്യത്തിനെ കുറച്ചും കൂടി നീട്ടി എന്ന് ചരിത്രത്തിലുണ്ട്. ഒരു സ്കൂൾ പുസ്തകത്തിലുണ്ട്, 7 ക്ലാസ്സിലുണ്ട്. കാരണം അലി റളിയല്ലാഹു അൻഹു ആ വയസ്സനോട് ചെയ്ത ആ അദബിന് വേണ്ടി അല്ലാഹു ഈ അസ്ർ നമസ്കാരം ഒന്നും കൂടി സൂര്യനെ അസ്തമിക്കാതെ നീട്ടി എന്ന്. അപ്പൊ വയസ്സന്മാരെ മുന്നിൽ കൂടി നടക്കും. അപ്പല്ലാത്തൊരു വയസ്സന്റെ, ഏതോ ഒരു വയസ്സന്റെ മുന്നിൽ, ഇതെന്നെക്കാട്ടി പ്രായമുള്ള ആളെ മുന്നിൽ നടക്കാനാവില്ലോ എന്ന് വിചാരിച്ചിട്ട്. സഹോദരങ്ങൾ, അങ്ങനത്തെ ഒരു കാലം നമുക്ക് കഴിഞ്ഞുപോയി. നമ്മളെ സ്ഥിതി എന്താ? മുഴുവനും കൂടി പഠിച്ചുകാട്ട് മുഴുവനും കൂടി ഭയാട്ടാക്കിയിട്ട് എന്താ കാര്യം? നമ്മൾ അദബാണ് കരുവൽ തംബുർനെറ്റ് പരിശുദ്ധ ഖുർആൻ അല്ലാഹു പറഞ്ഞതാ. നമ്മൾ എപ്പോഴും ആഖിറത്തിനെ പറ്റിയാണ് ചിന്തിക്കേണ്ടത്. യാ അയ്യുഹല്ലദീന ആമനൂ തഖുല്ലാഹ വൽ തൻദുർ നഫ്സും മാ ഖദ്ദമത് ലിഗദ്. മനുഷ്യ, മൂമിനായ മനുഷ്യ, ഇത്തഖുല്ലാ, അല്ലാഹുവിനെ നീ ഭയപ്പെടുക. വൽ തൻദുർ നഫ്സും മാ ഖദ്ദമത് ലിഗദ്, നാളേക്ക് വേണ്ടി എന്താണ് നീ ഒരുക്കിയെന്ന് നീ ചിന്തിക്കുക. നാളേക്ക് വേണ്ടി എന്താണ് നമ്മളെ കയ്യിലുള്ളത്? മനുഷ്യ, നമ്മളെ ജീവിതത്തിന്റെ സ്ഥിതി എവിടെ എത്തി? കാരണം നമുക്ക് ഇത് നന്നാകാൻ പോടില്ല, നന്നായിട്ട് കാര്യമില്ല. കാരണം ലോകം മുഴുവൻ നമ്മൾ തിന്നുന്ന ഭക്ഷണം സുഖത്തിന്റെ മുതലാണ്.
ഹറാമിന്റെ മുതലാണ് നമ്മൾ തിന്നുന്നത്, ഹറാമാണ് നമ്മൾ ധരിക്കുന്നത്, ഹറാമാണ് നമ്മൾ പറയുന്നത്. അത്രയും ഒരു കാലഘട്ടത്തിലാണ് നമ്മൾ ജീവിക്കുന്നത്. മഹാന്മാരായ ചരിത്രം നിങ്ങൾ നോക്ക്. മഹാനായ അബൂ ഹനീഫ റളിയല്ലാഹു അൻഹുവിന്റെ കാലഘട്ടത്തിൽ അദ്ദേഹത്തിന്റെ അസ്ഹാബിമാര് ഇങ്ങോട്ട് നടന്നു പോവുകയാണ് നല്ല വെയിലത്ത്. അതിൽപ്പെട്ട ഒരാളോട് പറഞ്ഞ് നമ്മൾ കുറച്ച് ഈ മരത്തിന്റെ ചോട്ടിൽ ഇരുന്നിട്ടൊന്ന് സുഖിച്ചിട്ട് ആസ്വദിച്ചിട്ട് പോകാം, വല്ലാത്ത ചൂട് എന്ന്. അപ്പോൾ അതിൽപ്പെട്ട ഒരാൾ പറയുകയാണ്, സഹോദര, അവിടെ ഇരിക്കാൻ പറ്റൂല, കാരണം അതിന്റെ ഉടമക്കാരൻ എന്റെ അടുത്തുനിന്ന് ഞാൻ കുറച്ച് കായ് വായ്പ വാങ്ങിയിട്ടുണ്ട്, വായ്പ കൊടുത്തിട്ടുണ്ട്. ആ മരത്തിന്റെ ചോട്ടിയായി ഇരുന്നാല് അതിന്റെ പലിശയായി മാറും, അതുകൊണ്ട് അതിന്റെ തളന്ന് പോലും ഞാൻ കൊള്ളാൻ തയ്യാറല്ല എന്ന് ചിന്തിച്ചു നോക്ക്. എന്റെ അടുത്ത് കായ് വായ്പ വാങ്ങിയിട്ടേ അയാളെ മരത്തിന്റെ ചോട്ടിൽ ഇരുന്ന് കണ്ട് ഞാൻ തുതിച്ചാല് അത് ആ കൊടുത്ത കായിന്റെ പലിശയായിട്ട് മാറും എന്നാ പറയുന്നത്. അത്രയും പറയുന്നൊരു കാലഘട്ടം കഴിഞ്ഞുപോയി. അഹ്മദ് ബിൻ ഹംബൽ റളിയല്ലാഹു അൻഹുവിന്റെ കാലഘട്ടത്തിൽ കുറെ പെൺകുട്ടികൾ, അന്നത്തെ കാലത്ത് നെയ്ത് കണ്ട് ജീവിക്കുന്ന പെൺകുട്ടികളാ യുവതികൾ. ഈ തുണിങ്ങുപ്പായൊക്കെ നെയ്തുണ്ടാക്കേണ്ട കാലഘട്ടം. അഹ്മദ് ബിൻ ഹംബൽ റളിയല്ലാഹു അൻഹുവിന്റെ കാലഘട്ടത്തിൽ അദ്ദേഹത്തിനോട് വന്ന് ചോദിച്ചു കുറെ പെൺകുട്ടികൾ വന്നിട്ട്, ബഹുമാനപ്പെട്ട ഉസ്താദേ, ഒരു മസ്അല ചോദിക്കുകയാണ്. എന്താ മസ്അല? ഞങ്ങൾ നെയ്ത് ജീവിക്കുന്നവരാ, തുണിങ്ങുപ്പായൊക്കെ നെയ്ത് കണ്ട് വിറ്റുകാണ്ട് ജീവിക്കുന്ന പെൺകുട്ടികളാ. ഞങ്ങൾക്ക് കാസിട്ട് മണ്ണെണ്ണയ്ക്ക് കാസില്ലാത്തവരാണ്. പക്ഷെ ഒരു കാര്യം ഞങ്ങൾക്ക് സുഖ, എന്താ? മക്കത്തിൽ നിന്നും മദീനയിൽ നിന്നും ഹിജാസിലേക്ക് ഹിഷാമിലേക്കൊക്കെ യാത്രക്കാര് രാത്രി ഒട്ടകപ്പുറത്ത് വരുമ്പോൾ അവരുടെ ഈ ഒട്ടകത്തിന്റെ കൗത്തിൽ പാനീത് കെട്ടി തൂക്കിയിട്ടുണ്ട്. അതിന്റെ വെളിച്ചം കണ്ടിട്ട് ഞങ്ങൾ നെയ്യൽ പതിവാണ്. മഹാനായ അഹ്മദ് ബിൻ ഹംബൽ റളിയല്ലാഹു അൻഹു പറയുകയുണ്ടായി, ജായിദാവില്ലാത്ത ഹറാമാണ്. ആരാന്റെ വെളിച്ചം കണ്ട് ജോലി ചെയ്യൽ ഹറാം, പരിശയാണ് എന്ന് പറഞ്ഞയച്ച ചരിത്രമാണ് നമുക്കുള്ളത്. നിങ്ങൾ ചിന്തിച്ചു നോക്ക്. വേറൊരാളെ വെളിച്ചം കണ്ടിട്ട് നമ്മൾ പണിയിട്ടാൽ അത് ഹറാമാണെന്നാണ് പറയുന്നത്. അത്രയും ദുഃഖമായ ഒരു മതമാണ് പരിശുദ്ധമായ ഇസ്ലാം. അങ്ങനെയുള്ളതായ ഇന്ന് സുഹൃത്ത് എന്താ? തോത്തുണ്ടാക്കിയാണ് ഈ പലിശ. അതിക്കൊരു കാളിനെ വാങ്ങുക, പയ്യനെ വാങ്ങുകയാണ് ഈ പലിശ. എല്ലാം ബാങ്ക് കൊണ്ടില്ലാതെ വല്ലുണ്ട്. പെരണ്ടാക്കിയാണ് ഈ പലിശ, അതേക്ക് കരടിക്കാണ് ഈ പലിശ. എല്ലാം ബാങ്കുമായി ബന്ധപ്പെട്ടുകൊണ്ട് ഹറാമിന്റെ സുഖത്തിന്റെ മുതലിൽ നിന്നുകൊണ്ട് ജീവിക്കുന്നവരായി മാറിയിരിക്കുകയാണ് മനുഷ്യൻ. ഭൗതികമായും ദീനിയായും ചിന്തിക്കുമ്പോൾ എപ്പോഴും നമുക്ക് ഈ ദുന്യവിയായ ജീവിതത്തിനോടാണ് നമ്മളുടെ ആഗ്രഹം. നിങ്ങൾ നോക്ക്, നമ്മളെ സ്വന്തം കാര്യമായി പറയുന്നൊക്കെ നമ്മൾ നോക്ക്. നമ്മളോടൊരു പരിപാടി ഉണ്ടെങ്കിൽ, അല്ലെങ്കിൽ അന്യയിലൊരു പരിപാടി ഉണ്ടെങ്കിൽ പള്ളിയിലേക്ക് കേൾക്കാൻ വരില്ല, ജമാഅത്തിന് വരും. എന്താ എന്തെന്താ പള്ളിയിൽ കയറിഞ്ഞു, അത് സുഖം ചെയ്യുന്നു. അവിടെ ഒരാൾ വന്നില്ല, അപ്പൊ പിന്നെ വരില്ല, ജമാഅത്ത് വേണ്ട. എന്തെന്നല്ല വരയുന്നു. ഇന്ന് വേറൊന്നല്ല, ഞാൻ നല്ല രാവിലെ പോയതാ, ദേഹത്തെ വീഴി 2 കിലോ പഞ്ചാര വെറുതെ കൊടുക്കുന്നുണ്ട്, അത് കിട്ടാൻ വേണ്ടി പോയിട്ട് ഇപ്പൊ വരണുള്ളൂ. രാവിലെ പോയിട്ട് വൈകുന്നേരം മടങ്ങിയത് 100 എത്രയും അതാക്കിയാണ് അവിടെ വരേണ്ടത്. 2 കിലോ പഞ്ചാര അവിടെ ഇതായി കിട്ടുന്ന കണ്ടപ്പോ രാവിലെ തന്നെ അവിടെ പോയിട്ട് ഡാക്ടർക്കാ വരേണ്ടത്. ഇങ്ങനത്തെ ഒരു കാലഘട്ടത്തിലാണ് നമ്മൾ ജീവിക്കുന്നത്. നമ്മളെ ദീൻ എവിടെ? നമുക്ക് ദീനുമായി എത്ര കണ്ട് ബന്ധമുണ്ട്? മതത്തിന്റെ കെട്ടിടവും അതിന്റെ ഉദ്ഘാടനവും അതേക്കുള്ള പെയിന്റുകളും അതിന്റെ പണം കൊടുക്കാൻ നമ്മൾ ചെയ്യാറുണ്ട്. പക്ഷേ നമ്മളുടെ പ്രവൃത്തി മനുഷ്യ, നാളേക്ക് വേണ്ടി നീ എന്താണ് ചെയ്തിട്ടുള്ളത് നീ നോക്കി എന്ന് പരിശുദ്ധ ഖുർആൻ പറയുകയുണ്ടായി. ലാ യസ്തവി അസ്ഹാബുൻ നാരി വഅസ്ഹാബുൽ ജന്ന, അസ്ഹാബുൽ ജന്നത്തി ഹുമുൽ ഫായിസൂൻ വഅസ്ഹാബുൻ നാരി ഹുമുൽ ഖാസിറൂൻ. വൽതൻദുർ നഫ്സും മാ ഖദ്ദമത് ലിഗദിൻ വത്തഖുല്ലാഹ ഇന്നല്ലാഹ ഖബീറുൻ ബിമാ തഅമലൂൻ. നിങ്ങൾ ലാ തകൂനു കല്ലദീന നസുല്ലാഹ ഫഅൻസാഹും അൻഫുസഹും ഉലൈക ഹുമുൽ ഫാസിഖൂൻ.
ലാ യസ്തവി അസ്ഹാബുൻ നാരി വഅസ്ഹാബുൽ ജന്ന അസ്ഹാബുൽ ജന്നത്തി ഹുമുൽ ഫായിദൂൻ വഅസ്ഹാബുൻ നാരി ഹുമുൽ ഖാസിറൂൻ. മനുഷ്യ രണ്ട് ജാതി മനുഷ്യർ, വിജയികളും പരാജയപ്പെട്ടവരും. രണ്ടാൾ വോട്ട് നിൽക്കുകയാണെങ്കിൽ ഒരാൾ തോൽക്കും, ഒരാൾ ജയിക്കും. രണ്ട് പാർട്ടിയായിട്ടാണ് നിൽക്കുന്നത്. ആരാണ് തോൽക്കുന്നത്, ആരാണ് ജയിക്കുന്നത്? പരിശുദ്ധ ഖുർആൻ തന്നെ പറഞ്ഞു. അള്ളാഹുവിനെ ഭയപ്പെട്ട് ജീവിക്കൂ, അള്ളാഹുവിനെ മറന്ന് നീ ജീവിക്കല്ല. ലാ തകൂനു കല്ലദീന നസുല്ലാഹ, മനുഷ്യ നിന്റെ നാഥനായ അള്ളാഹുവിനെ മറന്ന് ജീവിക്കല്ല. ലാ തകൂനു കല്ലദീന നസുല്ലാഹ ഫഅൻസാഹും അൻഫുസഹും. അങ്ങനെ അള്ളാഹുവിനെ മറന്ന് ഇവിടെ ജീവിച്ചു കഴിഞ്ഞാൽ ഫഅൻസാഹും അൻഫുസഹും, നാളെ മഹ്ശറിൽ അള്ളാഹു എന്നെയും മറന്നു പോകട്ടോ. അള്ളാഹ് എന്നെ തിരിഞ്ഞു നോക്കൂല. നീ നരകത്തിലേക്ക് പോവുകയാണെങ്കിൽ അള്ളാഹുവിന്റെ രക്ഷ എനിക്കുണ്ടാവൂല. പിന്നെ അള്ളാഹിനെ മറന്നാൽ അള്ളാഹ് നമ്മൾ അവിടെ വെച്ച് മറക്കുമെന്ന് പരിശുദ്ധ ഖുർആൻ പറയുകയുണ്ടായി. സഹോദരങ്ങളെ, അൽ ഇൽമു അൽ അമൽ, അൽ ഇൽമു അൽ അമൽ, ഇൽമു അറിവ് എന്ന് പറയുന്നത് അമലാണ്. മദ്രസയിൽ നിന്ന് പഠിക്കലല്ല ഇൽമ്, പഠിച്ചിട്ട് അതനുസരിച്ച് അമലുണ്ടോ അതാണ് അറിവ്. വെറും മുഅല്ലിമീകളെ മാത്രം ഏൽപ്പിച്ചുകൊണ്ട് എന്റെ കുട്ടി നന്നായി അവർ പഠിപ്പിക്കും എന്ന് മാത്രം ഉമ്മ ബാപ്പാമാർ വിചാരിക്കാൻ പാടില്ല. മക്കളെ വളർത്തേണ്ടതായ കടമ മുഅല്ലിമീങ്ങൾക്കല്ല, അതിന്റെ രക്ഷിതാക്കളായ നമ്മക്കാണ്. മക്കളെ സ്ഥിതി എന്താന്ന് വെച്ചാൽ മഹാനായ റസൂൽ പറയുകയുണ്ടായി, ഒരു കുഴപ്പാന്റെ കയ്യിലുള്ള മണ്ണ് പോലെയാണ് മക്കൾ ഉമ്മാന്റെ കയ്യിൽ. ഒരു കുഴപ്പാൻ മണ്ണ് കുഴക്കുമ്പോൾ അത് കുഴക്കുന്ന ആ കുഴച്ച മണ്ണ് പോലെയാണ് ഈ കുട്ടികൾ. ആ കുഴപ്പാന് അതുകൊണ്ട് കുഞ്ഞിച്ചട്ടി ഉണ്ടാക്കാം, വല്യട്ടി ഉണ്ടാക്കാം, കാലും ഉണ്ടാക്കാം, നെയ്ച്ചട്ടി ഉണ്ടാക്കാം, എല്ലാം ഉണ്ടാക്കുക. ആ കുഴച്ച മണ്ണുണ്ട്. അതുപോലെ എന്റെ മക്കൾ എന്റെ അമ്മ ചെയ്യുമ്പോഴാണ് കുട്ടിയായിത്തീരും. മുജാഹിദുമാവും, എപിയാവും, ഇക്കിയാവും, ലീഗുമാവും, ആസിസുമാവും, മറ്റുള്ള ഏതെല്ലാം പാർട്ടികളൊന്നും അതെല്ലാം ആക്കാൻ സാധിക്കും. ഈ കുഴപ്പാന്റെ മണ്ണ് കൊണ്ട് അവൻ ചട്ടി ഉണ്ടാക്കുന്നത് പോലെ മനുഷ്യ എന്റെ കുട്ടികളെ പല രീതിയിൽ ആക്കാൻ സാധിക്കുമെന്ന് മഹാനായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറയുകയുണ്ടായി. ആയതുകൊണ്ട് ഞാൻ പറയുന്നത്, സുബത്തിന്റെ മുതൽ ഹറാമിന്റെ മുതൽ തിന്നാൽ വളരെ സൂക്ഷിക്കണം. മഹാനായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമിന്റെ കാലഘട്ടത്തിൽ ഒരു സഹാബി വന്ന് ചോദിക്കുകയുണ്ടായി, നബിയെ, ഞാൻ പലവട്ടം ദ്വാരക്കുന്നു, ഒന്നിനും ഉത്തരം കാണുന്നില്ല, ദ്വാരന്ന് മടുത്തു. മഹാനായ റസൂൽ പറയുകയുണ്ടായി, മനുഷ്യ എന്റെ ഭക്ഷണം ഹറാം, നീ ധരിച്ച വസ്ത്രം ഹറാം, ഫഅന്നാ തുസ്തജാബ്, പിന്നെ എങ്ങനെയാണ് മനുഷ്യ എനിക്ക് നീ ഉത്തരം കിട്ടുക? ദ്വായക്ക് ഉത്തരം കിട്ടണമെങ്കിൽ തിന്നുന്ന ഭക്ഷണം നന്നാവണം, ധരിച്ച വസ്ത്രം നന്നാവണം, നന്നാകത്തെ ഹലാലാവണം. നല്ല ബീത്തം പാടുക എന്നല്ല അതിന്റെ അർത്ഥം. ഹലാലായ വസ്ത്രം ധരിച്ചു, ഹലാലെ തിന്നൂടൂ. നിങ്ങൾ നോക്ക് സഹോദര, ഉമ്മാക്കും പാപ്പാക്കും വല്ല അയവുമുണ്ടെങ്കിൽ മക്കളിൽ അത് കാണാൻ സാധിക്കും. ഏതുപോലെ ഉദാഹരണം, നമ്മളെ പഴയ കാലത്തുണ്ടല്ലോ ഈ തള്ളാരൊക്കെ പയര് തൂക്കിലിട്ട് വെക്കല്ലേ, കുത്തി 90 കണ്ട് പെട്ടെല്ലാം കുഴിച്ചിടാൻ വേണ്ടിയില്ലേ ഉണ്ട്. അതങ്ങനെ ഈ കുടുക്കിനെ കുഴിച്ചിട്ടാലേ അത് മുളക്കുമ്പോൾ അതിന്റെ എരമൽ നിങ്ങൾക്ക് കാണാൻ സാധിക്കും. ചെരമിൽ ഓട്ട എന്താ, ആ ചില മണിമേൽ ഉറക്കത്തെ കുത്തിയിട്ടുണ്ടാവും. ആ ഉറക്കത്തെ കുത്തി അത് മുളച്ച് വന്നാൽ അതിന്റെ കുത്തിമേലും കാണുന്നു, എൽമൽ കാണാൻ സാധിക്കും നമുക്ക്. അപ്പൊ ഉമ്മാക്കും ബാപ്പാക്കും തറാറ ബുത്തിന് തറാറുണ്ടായാൽ അതിൽ ജനിക്കുന്ന മക്കളും ഹറാമിന്റെ മക്കളായി മാറുന്നു. അതാണ് ബുദ്ധി നന്നാവണം, അസിന് നന്നാവണം. ഇതാണ് നമ്മളുടെ ലക്ഷ്യം. സഹോദരങ്ങളെ, നന്നാവണം എന്ന് പറയുമ്പോ അവസാനം നമുക്കൊരു സമയമുണ്ട്. ആ സമയം നന്നാകാൻ നമ്മൾ ചിന്തിക്കുന്നുണ്ട്. ലാ ഇലാഹ ഇല്ലല്ലാഹ് എന്ന് പറയുന്ന അള്ളാഹുവിനെ പേടിച്ച് തന്നെ ജീവിക്കണം, അള്ളാഹുവിനെ ഭയപ്പെട്ട് തന്നെ ജീവിക്കണം. ഈ മദ്രസ ഉദ്ഘാടനം ചെയ്തിട്ട് മക്കളേക്ക് പോയിട്ട് ഞാൻ വിജയിച്ചു, ഞാൻ സ്വർഗത്തിൽ തന്നെ, ഞാനും കുട്ടികളും സ്വർഗത്തിൽ തന്നെ എന്നുള്ള ആ വിശ്വാസം നമുക്കാർക്കും വേണ്ട കേട്ടോ.
ആ കുട്ടികൾ സാരിയായ മക്കളായി തീരാൻ വേണ്ടി നമ്മളെപ്പോഴും പ്രാർത്ഥിക്കണം. അവർ പഠിച്ച അമലുകൾ നടപ്പിലാക്കാൻ നമ്മൾ പ്രവർത്തിക്കണം. അൽ ഇൽമു അൽ അമൽ, അമലാണ് അറിവ്, പ്രവൃത്തിയാണ് അറിവ് എന്ന് മഹാനായ ഹംബൽ ഇബ്നു ഹംബൽ റളിയല്ലാഹു അൻഹുവിന്റെ ചരിത്രത്തിൽ പറയുന്നു. എത്ര മഹാനായ മുജ്തഹിദാണ് അദ്ദേഹത്തിന്റെ ചരിത്രത്തിൽ പറയുന്നത്. 40 മസ്അലകൾ മൂപ്പരോട് 40 ഫത്വ ചോദിച്ചു. ആ 40 മസ്അലക്കും ഞാൻ അറിയില്ല എന്ന മറുപടി കൊടുത്തു. എനിക്ക് ഇവിടെയല്ല, ഇന്നത്തെ മുലമാരെ പോലെയല്ല. അന്നത്തെ അഹ്മദ് ബിൻ ഹംബലക്കാരെ ലോകത്തിലുള്ള ഒന്നാമത്തെ മുജ്തഹിദാണ്. അത്ര മഹാപണ്ഡിതനായ മൂപ്പരോട് 40 ആൾ മസ്അല ചോദിച്ചിട്ടും അത് ഞാൻ അറിയില്ല, അത് കഴിഞ്ഞു മാറി. ആ 40 മറുപടി പറഞ്ഞ അന്നാണ് മൂപ്പർ ആര്യമായിട്ട് തെരഞ്ഞെടുക്കപ്പെട്ടു എന്നാ ചരിത്രം പറയുന്നത്. ഈ അറിയില്ല എന്ന് പറയുന്നത് മനുഷ്യന്റെ അറിവാണ്. അതാണ് അറിവ്. എനിക്കിവിടെയില്ലാത്ത എനിക്കിവിടെയില്ലാത്ത ഇപ്പം എല്ലാവർക്കും വലിയ മടിയാണ്. ഏതൊരു മുഅല്ലിമിനോട് ചോദിച്ചാലും ഒരു മൂല്യരോട് ചോദിച്ചാലും ഓന്നത് പറയാതിരിക്കൂല. പറയും അങ്ങനെ ഇതൊക്കെ അങ്ങനെ തന്നെ. കാരണം അറിവിന്റെ ശക്തിയാണ് ആ പറയുന്നതൊക്കെ. അറിവില്ലായ്മ ജഹാലത്ത്. ഇനി അങ്ങനത്തെ മക്കളെ ഈ ലോകത്തുണ്ടാവുള്ളൂ. അതും കൂടി നമ്മൾ പഠിച്ചേക്കാം. സഹോദരങ്ങളെ, ദീനുദ്ദീൻ മഖ്ദൂം തങ്ങൾ അവരുടെ കാലഘട്ടത്തിൽ പൊന്നാനി വിളയങ്കോട് ഉമർ ഖാദി റളിയല്ലാഹു അൻഹു ഓതി പഠിക്കുന്ന കാലത്ത് പള്ളിയിൽ നിന്ന് ഉസ്താദിനെ പെരിയിലേക്ക് കൊണ്ടാക്കാൻ വേണ്ടി ഒപ്പം പോയിട്ട് എത്തിയിട്ട് ഒപ്പം പോയിട്ട് ഉസ്താദ് ഔത്തേക്ക് പോയിട്ട് ഇതടക്ക ഞാൻ വരാൻ ഞാൻ പോയി. മൂപ്പര് പിന്നെ പുറത്തേക്ക് വരാൻ മറന്നു. രാവിലെ സുബഹിക്ക് മഹദൂം തങ്ങൾ പുറത്തേക്ക് വന്നപ്പോ ഉമർഖാദി ഇങ്ങനെ നിൽക്കുകയാണ്. എന്തപ്പ ഇവിടെ നിൽക്കുന്നത്? നിങ്ങൾ എന്നോട് ഇവിടെ നിൽക്കാൻ പറഞ്ഞു പോയതാണല്ലോ സുബഹിക്ക്. ഏശാക്ക് പോയിട്ട് ഉസ്താദിന്റെ വാക്ക് തെറ്റാതിരിക്കാൻ വേണ്ടിയിട്ട് നിങ്ങളിവിടെ നിൽക്കി ഞാൻ വരാൻ പോയതല്ലേ. ആ ഒറ്റ നിർത്തം സുബഹി വരെ നിന്നു എന്നാ പറയുന്നത്. ഉസ്താദിന്റെ വാക്ക് തെറ്റാതിരിക്കണം. അത്ര വലിയ ചരിത്രങ്ങളൊക്കെയും നമ്മൾ പഠിക്കേണ്ടതുണ്ട്. അതുകൊണ്ട് അവസാനം ഈമാനോടുകൂടി ലാ ഇലാഹ ഇല്ലല്ലാഹ് എന്ന് പറഞ്ഞ് മരിക്കുന്ന മഹാന്മാരുടെ കൂട്ടത്തിൽ അല്ലാഹു നമ്മളെ പെട്ടുതരുമാറാവട്ടെ. സഹോദരങ്ങളെ, വളരെ പേച്ച കാലഘട്ടം, വളരെ പേച്ച കാലഘട്ടം. ഇനി നല്ലവരുണ്ടാവുക എന്ന് സംശയമാണ്. കാരണം യാഫിമാം ഒരു 500 കൊല്ലം മുന്നേ യാഫിമാം ഒരു ബൈത്തിൽ പറയുന്നുണ്ട്, സഅൽതു ദമാനി ലം അറാക ഹകീമ വകുന്ത വലൂദൻ ലിർരിജാലി ഖദീമ. ബഹുമാനപ്പെട്ട അബ്ദുല്ലാഹി ജാഫി റളിയല്ലാഹു അൻഹു ചോദിക്കുകയുണ്ടായി, കാലമേ, കാലത്തിനോട് വിളിച്ച് ചോദിക്കുകയാണ്, കാലമേ, ഈ മുമ്പൊക്കെ നല്ല നല്ല കുട്ടികളവിടെ ഞങ്ങൾക്ക് തന്നിരുന്നില്ല. ഔലിയാക്കന്മാര് ആരിത്യങ്ങളൊക്കെയും ഞങ്ങളെ നാട്ടില് ഉണ്ടാക്കിയിരുന്നല്ലോ. ഇന്നിപ്പോ എന്താ നീ ആരും കാണാത്തതൊക്കെ ഈ എന്റെതൊക്കെ കാലൂട്ടോട് ചെയ്യാത്തതും ഊരക്ക് ചെയ്യാത്തതും പല നടക്കാനും വയ്യ ഇരിക്കാനും വയ്യ. അഞ്ചൊക്കെ മുമ്പ് പെറ്റ കുട്ടികളൊക്കെ എന്തോ ഒരു കുട്ടികളായിരുന്നു. ഈ കാലത്തിനോട് പിന്നെ ഉണ്ടാക്കി ഉച്ചയ്ക്കുണ്ടായി. ആ സമയത്ത് കാലത്തിന്റെ മറുപടി മൂപ്പത് തന്നെ പറയുകയുണ്ടായി, ഞാന് പ്രായക്കാലത്ത് നല്ല ഭാര്യക്കാരനായിരുന്നു. എനിക്ക് നല്ല 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 കുട്ടികളുണ്ടാക്കാൻ അന്ന് സാധിച്ചിരുന്നു. ഇന്ന് പൊക്കുത്ത് സക്കീമ, ഞാൻ രോഗിയായി മാറി. അതുകൊണ്ട് എനിക്ക് നിന്റെ കുട്ടികളൊന്നും നല്ല കുട്ടികളാവില്ല. അന്ന് കാലം അദ്ദേഹത്തിനോട് മറുപടി പറഞ്ഞു എന്ന് നമുക്ക് ചരിത്രത്തിൽ കാണാൻ സാധിക്കും. അപ്പൊ അന്നത്തെ കാലത്ത് നല്ല നല്ല ഔലിയാക്കന്മാർ ആരിത്യങ്ങളൊക്കെയും നമ്മളെ നാടുകളിൽ ഉണ്ടായിരുന്നു. ഇന്ന് കാലം മാറുമ്പോൾ അങ്ങനെ മാറി മാറി പോവുക. ഒരു വലിയ കുപ്പി തന്നെ കൂട്ടിക്കൊള്ളുന്നത്, അല്ലെങ്കിൽ വലിയ ഒരു പാത്രം, അത് നിറച്ച് വെള്ളം അല്ലെങ്കിൽ തേന്, അതിങ്ങനെ പല കുപ്പിയേക്കും നിങ്ങൾ ഒഴിക്കും. ഒരു 10 ലിറ്ററിന്റെ പാത്രത്തിൽ വെള്ളം കൊടുത്തിട്ട് ഒരു 20 കുപ്പിക്ക് ഒഴിക്കും. എന്നിട്ട് ആ കുപ്പിയൊക്കെ ഇതിക്കാൻ വെച്ചാൽ
പിന്നെയും തന്നെ ഒന്നും കൂടി വേറെ കുപ്പി ഒഴിച്ച് ഇങ്ങോട്ട് അത് 2-3 വട്ടങ്ങൾ ഒഴിച്ച് കണ്ട് ഈ പാത്രം നോക്കുമ്പോൾ ആ വെള്ളത്തിൽ കുറവ് കാണാൻ സാധിക്കും. അത് എവിടെ കൂടാ വെള്ളം നിങ്ങൾ ചെയ്തു നോക്കല്ലേ? നിങ്ങൾക്ക് പരീക്ഷണം പറയാണ്. ഇതൊരു പരീക്ഷണം. ഒരു പാത്രത്തിൽ വെള്ളം എടുത്തിട്ട് ഇങ്ങനെ പല പാത്രത്തിൽ ഒഴിച്ച് അത് ഇങ്ങോട്ട് തന്നെ ഒഴിച്ച് പിന്നെ ഇങ്ങനെ ഒഴിച്ച് അരമണിക്കൂർ കഴിച്ചുമ്പോത്തിന് പിന്നെ ആ വെള്ളം അത്ര പോലെ ഉണ്ടാവില്ല, 10 ലിറ്റർ ഉണ്ടാവില്ല. എവിടേക്ക് പോയി അങ്ങനെ പറയാൻ സാധിക്കില്ല. അതുപോലെ മനുഷ്യൻ ഈ ലോകത്ത് ഇങ്ങനെ വരും തോറും കുറഞ്ഞ് ആരോഗ്യം കൊണ്ടും അറിവ് കൊണ്ടും എല്ലാം കൊണ്ടും ആയതുകൊണ്ട് അവസാനം നന്നാകാൻ വേണ്ടി ഒരാളെ ഗൈബത്തിന് നമീമത്ത് വരാതിരിക്കുക. മനുഷ്യ ഒരു ഹദീസിൽ കാണാൻ സാധിക്കുന്നു, ഒരു സഹോദരൻ മറ്റൊരു സഹോദരനെ ഗൈബത്ത് പറഞ്ഞാൽ, അസൂയ പറഞ്ഞു കഴിഞ്ഞാൽ ഹബിതത്ത് അമലു 40 സന, മനുഷ്യ നീ ചെയ്ത 40 കൊല്ലത്തെ അമൽ ബാത്തിലാവുമെന്ന് ഹദീസിൽ കാണാൻ സാധിക്കുന്നു. ഒറ്റ വാക്ക്, ഒരു വാക്ക് കൊണ്ട് ഒരാളെ, ഒരു ഇഷ്ടമില്ലാത്ത വാക്ക് ഒരാൾ സഹോദരനെ പറ്റി പറഞ്ഞാൽ ഇവൻ ചെയ്ത 40 കൊല്ലത്തെ അമൽ ബാത്തിലാവുമെന്ന്. ഇതാണ് ഗൈബത്തിന്റെ സ്ഥിതി. റസൂലിന്റെ കാലത്ത് തന്നെ ഒരു പെണ്ണ് മറ്റൊരു പെണ്ണിനെ പറ്റി പറയുകയുണ്ടായി. ആ പെണ്ണ് വല്ല ഐറ്റം കുറവാണുള്ളത്, ഇത്ര ഒരു ഉള്ളത്തീൻ എന്തോന്ന് പറഞ്ഞു. മഹാനായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ഒരു പാത്രം എടുത്ത് വെച്ചുകൊണ്ട് ആ പെണ്ണിനോട് പറഞ്ഞു, ഇന്ന് ഛർദ്ദിക്ക് ഈ പാത്രത്തിൽ. അപ്പൊ നോക്കുമ്പോൾ മുഴുവൻ ചോരക്കട്ട. അതെന്താണെന്ന് ചോദിച്ചപ്പോൾ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ മറുപടി പറഞ്ഞ്, അത് ആ പെണ്ണിനെ പറ്റി പറഞ്ഞ ദൈവത്തിന് ആ ചോര ഓള ചോരയാണ്, ഇജ്ജി തിന്നതാണ്, ഓള ഇറച്ചി തിന്നിട്ടുണ്ടായ ചോരയാണ്. സഹോദര, നമ്മളെ സ്ഥിതി എന്താണ്? നമുക്കൊരു സമയം വരാൻ പോകുന്നു, ആരുമില്ലാത്തൊരു സമയം വരാൻ പോകുന്നുണ്ട്. ആ സമയത്ത് അല്ലാഹു കലിമത്തു തൗഹീദ് ചൊല്ലി മരിക്കുന്ന കാര്യങ്ങളെ കൂട്ടത്തിൽ അല്ലാഹു നമ്മളെല്ലാവരെയും പെടുത്തിത്തരുമാറാകട്ടെ. കല്ലാ ഇദാ ബലഗത്തി തറാഖിയ വഖീല മൻ റാഖ് വൽതഫത്തി സാഖു ബിസാഖ്. മനുഷ്യ, എന്റെ തൊണ്ടങ്കുതിലേക്ക് റൂഹ് എത്തുന്ന ഒരു സമയം എനിക്ക് വരാൻ പോകുന്നു. വൽതഫത്തി സാഖു ബിസാഖ്, ഒരു തണ്ടങ്കാലും മറ്റു തണ്ടങ്കാലുമായി കടകടാച്ചിട്ട് ഇങ്ങനെ വേദന കൊണ്ട് അടിക്കുന്ന സമയം എനിക്ക് വന്നു കഴിഞ്ഞാൽ അങ്ങനത്തെ സമയമൊക്കെ വന്നു കഴിഞ്ഞാൽ ഇലാ റബ്ബിക യൗമൈദിൻ മസാഖ്, അന്ന് എന്റെ പോക്ക് അള്ളാഹുവിലേക്കാണ്. അന്ന് ആര് തന്നെ എന്നെ തിരിച്ചാലും എനിക്ക് തിരിയാൻ സാധ്യമല്ല. എന്റെ പോക്ക് ആഖിറത്തിലേക്കാണ്. വക്കീല മൻറാഖ്, ആ ചുറ്റുപാടിലുള്ളവരൊക്കെയും ഉമ്മയും ബാപ്പയും മക്കളൊക്കെയും പറയും, പഠിച്ചവനെ എന്റെ ബാപ്പാക്കൊന്ന് മന്ദിരിക്കാൻ ആരുണ്ട്, ആരാണെന്ന് വെള്ളം ഊതി കൊടുക്കാനുള്ളത്, എന്റെ തരിയിൽ ആരാണ് ഊതാനുള്ളത് എന്ന് പറയുന്നൊരു സമയം വരാൻ പോകുന്നു. ആ സമയത്ത് എന്തെന്ത് പറഞ്ഞാലും കാര്യമില്ല. ഇലാ റബ്ബിക യൗമൈദിൻ മസാഖ്, ആ സമയം അള്ളാഹുവിലേക്കാണ് ഈ പോകുന്നത്. അള്ളാഹുവിലേക്കുള്ള യാത്രയാണ്, ദൂരയാത്രയാണ്. ആ യാത്രയിൽ നിന്ന് മടങ്ങാൻ സാധ്യമല്ല. ആ സമയത്ത് ലാ ഇലാഹ ഇല്ലല്ലാഹ് എന്ന കലിമത്ത് തൗഹീദ് ചൊല്ലി അള്ളാഹുവിനെ കണ്ടുകൊണ്ട് മരിക്കാനുള്ള തൗഫീഖ് അള്ളാഹു നമ്മൾക്കെല്ലാം ചെയ്തു തരുമാറാവട്ടെ എന്ന് ദുആ ചെയ്തുകൊണ്ടും നമ്മളെ ഈ പറച്ചിലിനെയും നമ്മളെ ഈ കേൾവിയെയും നമ്മളെ ഈ സദസ്സിനെയും നമ്മളെ സ്ഥാപനത്തിനെയും ഒക്കെയും അള്ളാഹു സുബ്ഹാനഹു വ തആല ഒരു സ്വാലിഹായ അമലാക്കി തീർക്കട്ടെ എന്ന് ദുആ ചെയ്തുകൊണ്ടും ഭാവിയിലും അള്ളാഹു ഇത്തരം ഞങ്ങൾ പറയുവാനും ചെയ്യുവാനും നമുക്ക് അള്ളാഹു തൗഫീഖ് ചെയ്യട്ടെ എന്ന് ദുആ ചെയ്തുകൊണ്ടും എന്റെ വാക്കുകൾ അവസാനിപ്പിക്കുന്നു. അസ്സലാമു അലൈക്കും. നിങ്ങളെല്ലാവരും എപ്പോഴും ദുആ ചെയ്തു.